ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കപ്പ് ചിക്കൻ വേവിച്ചത് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചത്. ഒരു 3 വിസിലൊക്കെ അടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ എല്ലൊക്കെ മാറ്റിയിട്ട് ഇറച്ചിയുടെ പീസ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്കിനി ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നല്ല പേസ്റ്റൊന്നും ആക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ചെറിയ മിക്സർ ജാർ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്. ഞാനിവിടെ 6 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 6 എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 3 മതിയാകും. ഇത് ഞാൻ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടിപ്പോകാതിരിക്കുള്ളൂ. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കുരുമുളകും പച്ചമുളകാണ് എരിവിനായിട്ട് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് കൂടുതൽ ചേർത്തു, അത്രയൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ, നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ചേർക്കണതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്, കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലൈറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമുക്കതിലോട്ട് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചേക്കുന്നതും ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചൂടോടുകൂടി തന്നെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ മിക്സായി കിട്ടും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് തണുത്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മിക്സാക്കി എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. ചൂടോടുകൂടി തന്നെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ പോർഷൻ എടുത്തിട്ട് കയ്യിലിട്ട് ഉരുട്ടി നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. മോൾഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചിക്കൻ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാനിവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗളിൽ മുട്ടയും 2 മുട്ടയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കി എടുക്കുകയാണെങ്കിൽ ഒരു പാട പോലെ നമുക്കിങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ എല്ലാ കട്ട്ലൈറ്റും ഇങ്ങനെ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നനഞ്ഞ കൈ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിൽ കൈ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ കട്ട കെട്ടി പോകും നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയൊക്കെ. ഒരു കൈ ഉപയോഗിച്ചിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കുക, ഒരു കൈ ഉപയോഗിച്ചിട്ട് ബ്രെഡിൻ്റെ പൊടി കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ബ്രെഡിൻ്റെ പൊടിയിൽ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റസ്കിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഓരോ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായ ഓയിലിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ആ റസ്കിൻ്റെ പൊടിയൊക്കെ വല്ലാണ്ട് കരിഞ്ഞു പോകും. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളൊന്നും വല്ലാണ്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മളിതെല്ലാം കുക്ക് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്.
അപ്പോൾ ജസ്റ്റ് അടിയൊക്കെ നല്ല കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലും ക്രിസ്പിനെസ് നിങ്ങളുടെ കട്ട്ലൈറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മസാലയിൽ കുറച്ച് റസ്കിൻ്റെ പൊടി അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഒരു ബലം കൂടെയും കിട്ടും. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കട്ട്ലൈറ്റ് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്